1 യോഹന്നാൻ 3:2 ഇങ്ങനെ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അപ്പൊ നമ്മൾ ഇപ്പോൾ ദൈവമക്കളാണ്. അപ്പൊ ഇനിയും എന്തൊക്കെയോ ആകുവാൻ ഉണ്ട്. കർത്താവിൽ നാം വിശ്വസിക്കുകയും കർത്താവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തു, അടക്കപ്പെട്ടു, ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നാം ആരായി? നാം ദൈവമക്കളായി. അതുകൊണ്ട് തീർന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്, അല്ലേ? സ്നാനപ്പെട്ടു, പിന്നെ ഞായറാഴ്ച എല്ലാം പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഉപവാസപ്രാർത്ഥന വെക്കുമ്പോൾ അവിടെയും പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ എന്തായി? നാം ദൈവമക്കളായി. അത്രയേ ഉള്ളൂ നമുക്ക് ആകുവാൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ അഥവാ കർത്താവ് വരുമ്പോഴാണെങ്കിലും എന്താണ്? നമ്മൾ ജീവനോട് ഇരിക്കുവാണെങ്കിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരും. അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരും. എന്നാൽ ഇവിടെ പറയുകയാണ്, അതിനുമപ്പുറം നാം ഇന്നത് ആകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അപ്പൊ ഇനിയും എന്തോ ചിലത് നമ്മൾ ആകുവാൻ ഉണ്ട്. നാം ദൈവമക്കളാകുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ യേശുക്രിസ്തു തന്നെ പറ്റി മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു, അല്ലെ? യേശുക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യപുത്രനായിട്ടാണ് ആയിരുന്നത്. എന്നാൽ അവൻ മനുഷ്യപുത്രനാണോ? ശരിക്കും അവൻ ഭൂമിയിൽ മനുഷ്യപുത്രനായി ജീവിച്ചു, സ്തോത്രം. എന്നാൽ അതിനുശേഷം കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മരണത്തെ ജയിച്ച് ഉയർത്ത് എഴുന്നേറ്റു. അവൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കപ്പെട്ടു. എപ്പോൾ? അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കപ്പെട്ടു. അതുവരെ അവൻ ആരായിരുന്നു? മനുഷ്യപുത്രനായിരുന്നു. ഇതുപോലെ ദൈവമക്കൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ അവർ മനുഷ്യപുത്രനാണ്, അല്ലെങ്കിൽ ദൈവമക്കളാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് എപ്രകാരം കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു, അതിനുശേഷം തേജസ്സിൽ ഉയർക്കപ്പെട്ടുവോ എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവമക്കൾക്കും ആ ഒരു മാറ്റമുണ്ട്. അതെന്താണ് ഇവിടെ പറയുന്നത്? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുവാനുണ്ട്. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വെളിപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ വെളിപ്പെട്ടത് കൊണ്ടെന്നാണ് ഇരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ എന്താ? ജീവിക്കുക, എല്ലാ ആഴ്ച ആരാക്കി പോകണം, പിന്നെ മരിച്ചവരെ അടക്കപ്പെടണം, അല്ലെ? ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ അതിനും അപ്പുറമായി ചില വലിയ കാര്യങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ട്, ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. അപ്പൊ കർത്താവ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണുവാൻ കഴിയുകയില്ല. കാരണം നാം ആരാണ്? നാം ഈ ലോകത്തിലെ മക്കളാണ്, അല്ലെങ്കിൽ ദ്രവത്വമുള്ളവരാണ് നാം. ഇപ്പോൾ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുമ്പോഴാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വാക്യം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്നൊക്കെ പറഞ്ഞ അപ്പോഴാണ്. എപ്പോൾ? ഹല്ലേലൂയ. നമ്മുടെ ഈ അവസ്ഥയ്ക്ക് ദൈവമക്കളാകുന്നു, ശരിയാണ്. പക്ഷേ അതിനുമപ്പുറം കർത്താവിനെ അവൻ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പോൾ നാം എങ്ങനെ ഇരിക്കും? അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകട്ടെ. അവൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ കാണുവാൻ അന്ന് നമുക്ക് കഴിയും. ഇന്ന് നമുക്കതില്ല, അതിനുള്ള കഴിവില്ല. ഇന്ന് നമുക്ക് ഈ ഭൂമിയിലൊക്കെ കാണുവാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ നാം രൂപാന്തരപ്പെട്ട കർത്താവ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കർത്താവ് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ അവനെ കാണുവാനുള്ള ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ലഭിക്കും. അതെന്തുകൊണ്ടാണ് ആ കഴിവ് ലഭിക്കുന്നത്? സ്തോത്രം. അവിടെ പറയുകയാണ്, അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പൊ നാം എങ്ങനെയാകും? അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ നാം ആകും. അപ്പോൾ മാത്രമേ നമുക്ക് അവൻ ഇരിക്കുന്നത് പോലെ അവനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നില്ല. നമ്മൾക്ക് മറ്റൊരു വലിയൊരു രൂപാന്തരം വരുവാനുണ്ട്. എടുക്കപ്പെടുമ്പോൾ നാം കർത്താവ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നാം ആയിത്തീരും, അല്ലെ? ഈ ഒരു നിസ്സാരമായ ഒരു മനുഷ്യന്റെ ഒരു രൂപത്തിലും ഭാവത്തിലും ഇരിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് വെളിപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കർത്താവ് എങ്ങനെ ഇരിക്കുന്നുവോ അതിനോട് സദൃശന്മാരാകും നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കഴിവിതാണോ? അല്ല. നമ്മുടെ കഴിവുകളും നമ്മുടെ രീതികളും നമ്മുടെ ഭാവങ്ങളും എല്ലാം ക്രിസ്തുവിന്റെ ഭാവമായിരിക്കും, ക്രിസ്തുവിനെ പോലെ ആയിരിക്കും. അവനോട് സദൃശന്മാരാകും നാം, അല്ലെ? അപ്പോൾ നാം എന്ത് ചെയ്യും? അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണും, അപ്പോൾ നാം എങ്ങനെ കാണും? മുഖാമുഖമായി കാണും, അല്ലെ? നമ്മൾ തമ്മിൽ എങ്ങനെ നിന്ന് സംസാരിക്കുന്നുവോ അതുപോലെ നമ്മൾ ക്രിസ്തുവിനെ കാണും. പക്ഷെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അത് എങ്ങനെ ഇരിക്കുമെന്ന് ഇന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയുവാൻ പറ്റുകയില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു എന്താണെന്ന്, എങ്ങനെ ഇരിക്കുമെന്നോ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യ രൂപത്തിൽ ഇരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ മനുഷ്യന് അറിയാവുള്ളൂ. യേശുക്രിസ്തു ശരിക്കും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ അതിന്റെ കുറച്ച്
ആർക്ക് വെളിപ്പെട്ടത്? യോഹന്നാൻ അപ്പോസ്തലന് ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു കുറച്ച്. ഹല്ലേലൂയ. അതും എവിടെയൊക്കെ ദർശനം പോലെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളൂ, അല്ലെ? ഒരു സാദൃശ്യത്തിൽ കാണിച്ചു കൊടുത്ത്, യഥാർത്ഥത്തിലുള്ള രൂപമൊന്നും അല്ല കാണിച്ചു കൊടുത്തു. ഇന്നിന്റെ പ്രത്യേകത ഉണ്ട് എന്നൊക്കെ ഒരു സൈഡിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപം കണ്ടു. ഹിമം പോലെ വെളുത്ത മുടി, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രൂപം ഏകദേശം കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ദർശനത്തിലൂടെ. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഇന്നും ആർക്കും എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. ഇത്ര ശ്രേഷ്ഠനായിരുന്നു, ഇത്ര തേജസ്സുള്ളവനായിരുന്നു, ഇത്ര വലിയ മഹത്വമുള്ളവനായിരുന്നു എന്ന് ഇന്നുവരെയും ആർക്കും വെളിപ്പെട്ടിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മഹത്വം അത് യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ ആർക്കും ഇന്നേ വരെ സാധിക്കാത്തത്. നമ്മൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നേക്കാൾ, നമുക്ക് മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. സ്തോത്രം. ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് അവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ നിന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ്? മനുഷ്യന്റെ കയ്യാൽ അവൻ യാഗമായി തീരുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ കൊണ്ടൊന്നും ഒതുങ്ങുന്നതല്ല ക്രിസ്തുവിന്റെ മഹത്വം. ക്രിസ്തുവിന് വലിയ മഹത്വമുണ്ട്. ആ മഹത്വം ഭൂമിയിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് ഗ്രഹിക്കുവാൻ പറ്റുന്നൊരു സമയം വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം അവസരം തരുന്നൊരു സമയമുണ്ട്. ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കുവാൻ ഭാഗ്യം തരുന്നൊരു സമയം വരുന്നുണ്ട്. അതെപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നിട്ട് ദൈവമക്കൾ എടുക്കപ്പെടുമ്പോൾ, ദൈവമക്കൾ രൂപാന്തരപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അവനോട് സദൃശന്മാരായി തീരും. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന കോലത്തിൽ അതുപോലെ അങ്ങോട്ട് വേറൊരു ഇമേജ് ആക്കി എടുക്കുകയല്ല ചെയ്യുന്നതാണോ? അല്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം അത് യേശുക്രിസ്തു മനുഷ്യപുത്രനായിരുന്നപ്പോൾ ഇരുന്ന രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ, നമുക്ക് അറിയാൻ പാടുള്ളൂ. എന്നാൽ അവനൊരു ദൈവപുത്രൻ അല്ലെങ്കിൽ അവന് ദൈവത്തിന്റെ മഹത്വത്തിന്റെ രൂപമുണ്ട്. അത് ആരും എന്ത് ചെയ്യുന്നില്ല, കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത്. ഇവിടെ മുടന്നുള്ള അവിടെ നിന്ന് മുടന്ന് മാറും, കണ്ണ് കാണാത്തവൻ കണ്ണ് കാണും. ഇങ്ങനെയൊന്നുമല്ല ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞു. എന്താണ്? കുറെ ആൾക്കാർ യേശു കർത്താവിനോട് ചോദിച്ചു. ഒരു സ്ത്രീ മരിച്ചു, അടുത്ത ആള് മരിച്ചു, വേറെയുള്ള കല്യാണം കഴിച്ചു, മരിച്ചു. അത് ലാസ്റ്റ് ഏവന് ഭാര്യയാകും എന്ന് യേശുവിനോട് യേശു പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണ്? സ്വർഗത്തിൽ വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, എടുക്കുന്നുമില്ല, ഈ വക പരിപാടി ഒന്നും അവിടെ ഇല്ല. കാരണം അവിടെ അവർ മനുഷ്യരല്ല. ഇവിടെ കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്ത് ഈ സ്വർഗരാജ്യം, സ്വർഗം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ചിലരുടെ ഒരു ധാരണ. അല്ല, ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടും. അപ്പൊ ഇവിടത്തെ ഒരു കിട്ടാത്ത ഒരു എന്താ പറയുക, ആ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ നിരാശയും അതൊക്കെ അവിടെ ചെന്ന് തീർക്കാം, അതൊക്കെ അവിടെ പോയി തീർക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നുണ്ട്, അല്ലെ? കുറെ മതങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ്? അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സൗഭാഗ്യം, അവിടെ ചിലപ്പോൾ ആപ്പിൾ തിന്നാം, മുന്തിരി തിന്നാം, അവിടെ ഒന്നിനും കുറവില്ല, പലതും, അല്ലെ? അപ്പൊ എന്താ തന്നെയും ഇവിടെ കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെ, ലോകപരമായ സൗഭാഗ്യങ്ങളോ കുറവുകളോ പരിഹരിക്കപ്പെടുവാനൊരു സ്ഥലമല്ല എന്ത് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. കർത്താവാശിനെ പറഞ്ഞത് അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, എടുക്കുന്നുമില്ല, കൊടുക്കപ്പെടുന്നുമില്ല. അവിടെ എങ്ങനെയാവുന്നു? സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു അവിടെ ചെല്ലുമ്പോൾ. ആര്? ഈ ദൈവമക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അവിടെ പോയി എന്ത് ചെയ്യാം? കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലോണം ഫുഡ് കഴിച്ച് ജീവിക്കാൻ നിർവാഹം ഉണ്ടാകുന്നില്ല, ദാരിദ്ര്യമായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഫുഡ് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, അത് കൈയിരിക്കേ ഉള്ളൂ. അവിടെ പോയിട്ട് ഇത് കഴിക്കുവാനുള്ള, ഇവിടെ കിട്ടാത്ത അവിടെ കഴിക്കുവാനുള്ള സ്ഥലമല്ല അത്. ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മൾ പഠിച്ചിട്ടുള്ളതിനേക്കാൾ, ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ ഒക്കെ 10,000 മടങ്ങ് ശ്രേഷ്ഠമായ അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുന്നത്. അതൊരു മനുഷ്യന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ കിടന്ന് കഥയും ഉപമയും പറഞ്ഞ് എന്ത് ചെയ്യണ്ട, അതിന്റെ പ്രാധാന്യം ഇങ്ങനെ കുറച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് എന്താകുമെന്നുള്ളത് ഇന്ന് വരെ നമ്മൾ എന്താകുന്നു എന്ന് പോലും ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല എന്നാ വചനം പറഞ്ഞത്. ഇനി അവിടെ ചെന്ന് നമ്മൾ എന്താകുമെന്നുള്ളത് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുവാനിരിക്കുന്ന നമുക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗമാണ് ഇവിടെ ഉള്ളത്, അവിടെയുള്ളത്. അല്ലാതെ ഈ കാണുന്ന എനിക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗമല്ല സ്വർഗം എന്ന് പറയുന്നത്. ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ വേറെ എന്തൊക്കെയോ ആകും, അതിന്റെ ഒരു അംശം പോലും ഇന്ന് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല, അഥാവ് ആരോടും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അത് ആകും. ആ ആകുന്ന നമുക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗമാണ് അവിടെയുള്ളത്. അത് നമുക്ക് ഒരിക്കലും മനുഷ്യ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ഒരിക്കലും നമ്മുടെ ചിന്തയ്ക്ക് മനസ്സിലാക്കുവാൻ പറ്റുകയില്ല. ഇനിയിപ്പോ അത് ഒരു വ്യക്തി കാണിച്ചു കൊടുന്നിരിച്ചോ, പൗലോസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് വിചാരിച്ചോ, ഈ പറഞ്ഞ വ്യക്തിക്ക് അവിടെ കണ്ട കാര്യങ്ങളോടൊന്ന് പറയുവാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. കാരണം എന്താണ്, മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല അവിടെ ഉള്ളത്. അപ്പൊ അഥവാ ഒരു വ്യക്തിയുടെ പോയി കണ്ടാൽ പോലും ആ കണ്ട കാര്യങ്ങളോടൊന്ന് പറയുവാനുള്ള കഴിവോ അത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശേഷിയോ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ അതുകൊണ്ട് നാം ഇപ്പോൾ എന്താണ്, ദൈവമക്കളാകുന്നു, നല്ലത്. എന്നാൽ നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. അപ്പൊ അങ്ങനെ ആകുവാൻ പോകുന്ന എന്താണ്, വലിയ എന്തോ ഒരു
സംഭവമാണ്. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന അപ്പുറമായുള്ള അവസ്ഥയിലേക്കാണ് നാം എടുക്കപ്പെട്ട് കഴിയുമ്പോൾ രൂപാന്തരപ്പെടുവാൻ പോകുന്നത്. അത് ദൂതന്മാരെ പോലെ ആകുന്നു യേശുക്രിസ്തു പറഞ്ഞു. ദൂതന്മാരെ പോലെ ആകുന്നതിന് അർത്ഥം എന്താണ്? 2 കൈ 2 കാലും ഒക്കെ വെച്ചിട്ട് കുറെ ചിറകും, അല്ലെ, 2 ചിറക് 6 ചിറക് അങ്ങനെയൊക്കെ വെച്ചിട്ട് പറക്കുന്ന സാധനമൊന്നുമല്ല ദൂതന്മാരാണോ? അതൊന്നുമല്ല. ഹല്ലേലൂയ. അങ്ങനെ കുറെ ചിറകൊക്കെ ആയിട്ട് നമുക്ക് എവിടെയും പോകാം. അന്ന് ഇസ്രായേലിൽ പോകാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഇസ്രായേലിൽ പോകണം എന്നൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇന്ന് ഇസ്രായേലിൽ പോകാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ചിറക് കിട്ടുമല്ലോ, ഇസ്രായേലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അന്ന് ഇസ്രായേൽ ഒന്നും അല്ല. എന്നാണ് നമ്മൾ ഇസ്രായേലിന്റെ സംഭവം. ഇവിടെ ഒത്തിരി ദൂരമുണ്ട്. ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അന്ന് ഇതൊന്നും നമുക്കൊരു സംഭവമേ, ഇസ്രായേൽ പോയിട്ട് ഭൂമി തന്നെ അന്നെന്തല്ല, അന്നൊരു സംഭവമേ ആയിരിക്കുകയില്ല. നമ്മൾ ആകുവാൻ പോകുന്നതിനെ പറ്റിയുള്ള ആ ഒരു ഐഡിയ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തൊക്കെയോ ആയി എന്ന് വിചാരിച്ചെന്താണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെ? നമ്മൾ എന്തൊക്കെയോ ഒരു വലിയ സംഭവമാകുവാൻ ഇരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കർത്താവ് വെളിപ്പെടുത്തരാത്തത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താണ്? ഒരു ഉപമയം കയറ്റി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളെന്താ ഭയങ്കര സംഭവമാകുന്നതിനെ പറ്റി കർത്താവ് പറയുന്നതിന്റെ ആ ഒരു സീരിയസ്നെസ്സോടെ ഒന്നും അല്ല എന്ത് ചെയ്യുന്നത്, ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ കിട്ടാൻ സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റുന്ന മറ്റൊരു ശ്രേഷ്ഠമായ സ്ഥലം, സ്വർഗം, അല്ലെ? അവിടെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കും? നമ്മൾ ഇപ്പൊ എങ്ങനെ ആയിരിക്കുന്നു ഇതുപോലെ തന്നെ കുറവുകളില്ലാതെ ജീവിക്കും. അതാണ് പൊതുവെ പറയുന്ന ധാരണ, അല്ലെ? ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ധനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കണ്ണുണ്ടാവും, മുടന്തനാണെങ്കിൽ നല്ല സൂപ്പർ നടക്കാൻ പറ്റും, പിന്നെ സ്വർഗവും ഉണ്ടായിരിക്കും. അവിടെ എന്ത് ചെയ്യാം? ഇവിടെ കിട്ടാത്തതൊക്കെ അവിടെ അനുഭവിക്കാം. ഇതൊന്നും അല്ല എന്ത് സ്വർഗം. ഇതല്ല ദൈവമക്കളുടെ അവിടെയുള്ള അവസ്ഥയും ഇതൊന്നും അല്ല. ഹല്ലേലൂയ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല എന്ന് വചനം പറയുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞിനും ദൈവം എന്ത് ചെയ്യത്തില്ല, അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഗ്രഹിക്കുവാനുള്ള ശേഷി ഈ പറഞ്ഞ ഒറ്റണത്തിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് വലിയ ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുന്നത്. അതിലേക്ക് നാം എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റത്തുള്ളൂ. അവിടെ എത്തുമ്പോൾ നാം എന്താകും? ചെറിയൊരു നമുക്ക് ഇത് കിട്ടും. ഈ വാക്യം കിട്ടും. എന്താണ് നമ്മളാകാൻ പോകുന്ന അവസ്ഥ? എന്താണ്? അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഈ യേശുക്രിസ്തുവിനോട് സദൃശ്യനാകുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണോ? അല്ല. അത് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള മനുഷ്യപുത്രനായ യേശുവിന്റെ കാര്യമല്ല അവിടെ പറയുന്നത്. ആണോ? അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവന്റെ അവസ്ഥയും അവന്റെ രൂപവും അവന്റെ ഭാവവും എന്ന് പറയുന്നത് ഇവിടെ കണ്ട ഏതെങ്കിലും മനുഷ്യന്റെ ശരീരമാണോ? അല്ല. യഹൂദനായ യേശുവിന്റെ ശരീരമല്ല അവിടെ കാണുന്നത്. അത് വേറൊരു തേജസ്സിൽ വെളിപ്പെടുന്ന അവസ്ഥയാണ്. ആ തേജസ്സിൽ വെളിപ്പെടുന്ന യേശുവിനോടാണ് നാം ഓരോരുത്തരും എന്താകുന്നത്? സദൃശന്മാരാകുവാൻ പോകുന്നത്. ആ അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും വർണ്ണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അവിടെ പറയുന്നു, സ്തോത്രം, 3:2 പറയുന്നതാണ്, നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാവുമെന്ന് നമുക്കറിയാൻ പറ്റും. എന്താണ്? അവൻ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം നമുക്ക് ഊഹിക്കാം എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. എന്ത് നമുക്ക് ഊഹിക്കാം? അവനെ താൻ ഇരിക്കും പോലെ തന്നെ നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ഊഹിക്കാം. എന്താണ്? അവനോട് സദൃശ്യന്മാരാകും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കാര്യം നടക്കത്തില്ല, അല്ലെ? കർത്താവിനെ അതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ നാം അവനോട് സദൃശ്യനായാൽ മാത്രമേ നമുക്കത് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ഊഹിക്കാം? ഒരു വെളിപ്പാടല്ല അവിടെ യോഹന്നാൻ പറയുന്നത്, ഒരു ഊഹമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? നാം അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇതൊന്നും നമുക്ക് കർത്താവ് ഇതുവരെയും ആർക്കും, ലോകത്തിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമ്മൾ രൂപാന്തരം പ്രാപിക്കുമ്പോൾ എങ്ങനെയായി തീരുമെന്ന് ഇതുവരെയും കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടില്ല. അത് വലിയൊരു സംഭവമാണ് നമ്മൾ ആകാൻ പോകുന്നത്. ഇതിനേക്കാളൊക്കെ 1000 മടങ്ങ് 10,000 മടങ്ങ് ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയിലേക്കാണ് കർത്താവ് വിളിക്കുന്നത്. ഒരു ദൂതന്മാരോട് സദൃശനാകുന്നു എന്ന് പറയുമ്പോൾ, ദൂതൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിലും അതൊരു രൂപത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല ഈ ദൂതൻ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 1,80,000 പേരെ ഒരു ദൂതൻ സംഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇങ്ങനെ നടന്ന് 1, 2, 3, 4 ഓരോരുത്തരെ കൊല്ലുവാണോ എണ്ണം പറഞ്ഞിട്ട്? ആണോ? അല്ല. ദൂതൻ കയ്യൊന്ന് വീശിയാൽ മതി, എന്തായി? ഇവരൊക്കെ മരിച്ചു വീണ് കഴിയും. അതിനർത്ഥം എന്താണ്? ദൂതന്റെ ശക്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഒരു വ്യക്തിയായ ഒരു മനുഷ്യനെ പോലെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കാലം പെറുക്കി ചെയ്യുന്നതല്ല ദൂതന്റെ പരിപാടി എന്ന് പറയുന്നത്. ദൂതൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മോട് കൂടെ ഒരു ദൂതൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം ദൂതൻ എന്റെ ഈ സൈഡിൽ നിൽക്കുന്നു, പിന്നെ ആ സൈഡിൽ നിൽക്കുന്നു, അപ്പൊ വേറെ ശക്തി വരുമ്പോഴത്തേക്ക് അവിടെ വരുന്നു, അങ്ങനെയാണോ? അല്ല. ദൂതൻ ഇങ്ങനെ കവർ ചെയ്യുവാണ് നമ്മളെ. ഒരു ദൂതൻ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. ദൂതൻ എന്റെ സൈഡിൽ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ നീങ്ങുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിൽക്കുന്നു, ഇവിടെ സ്ഥലമില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? ദൂതൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നീക്കും. അങ്ങനെയാണോ? അങ്ങനെയല്ല. ദൂതന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സൈഡിൽ മാറി നിൽക്കുന്നതല്ല. ദൂതൻ ഇങ്ങനെ കവർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൂതൻ എങ്ങനെയാണ് നമ്മെ കവർ ചെയ്യുകയാണ്. അങ്ങനെ ദൂതൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് ഏത് വശത്തുനിന്ന് ആക്രമണം വന്നാലും
ആ ഒരേ സമയം തന്നെ ദൂതൻ എന്ത് ചെയ്യാൻ, അതിനെന്ത് ചെയ്യാൻ പറ്റും, നിർവീര്യമാക്കുവാൻ പറ്റും. ഒരമ്പ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ദൂതൻ അവിടെ നിൽക്കുന്നു, അതുകൊണ്ട് ഇവിടെ അമ്പ് കൊള്ളും, ഇങ്ങനെ നിൽക്കണം നമ്മൾ. അതിന്റെ നമ്മൾ എങ്ങനെ വന്നാലും ഏത് വശത്ത് അമ്പ് വന്നാലും ദൂതൻ എവിടെയുണ്ട്, അവിടെയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂതൻ ഇങ്ങനെ നമ്മളെ കവർ ചെയ്യുക, അല്ലെങ്കിൽ ദൂതൻ സൈഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയല്ല നമ്മളെ ചെയ്യുന്നത്. ഏത് വഴിക്ക് അമ്പ് വന്നാലും അവിടെ എല്ലാം ദൂതന്റെ എന്തുണ്ട്, പ്രസൻസ് ഉണ്ട്. ദൂതന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ ഒരിടത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ഇതുപോലെ തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ദൂതന്മാരോട് എന്താവും, സദൃശന്മാരാകും. ഉയർക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾ ദൂതന്മാരെ പോലെ അത്രേ ആകുമെന്ന് പറയുമ്പോൾ ഞാനൊരു മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ഒരു പരിമിതമായ ഒരു രൂപത്തിലുള്ള ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ അല്ല എനിക്ക് സ്വർഗത്തിലുള്ളത്. ആണോ? അല്ല. അവിടെ ചെല്ലുമ്പോൾ ഞാൻ രമ്യ നിൽക്കുമ്പോഴത്തേക്ക് കൊള്ളാലോ അല്ലേ, നമ്മൾ പരിചയമുണ്ടല്ലോ എന്നൊക്കെ എങ്ങനെ നോക്കുവാണോ? അല്ല. അവിടെ നമ്മുടെ ഈ രൂപമേ അല്ല കാണുന്നത്, നമുക്ക് ഈ ഭാവമേ അല്ല അവിടെ വരുന്നത്, ഈ ചിന്തകളെ അല്ല വരുന്നത്. പിന്നെ അബ്രഹാമിന്റെയും ലാസറിന്റെയും ഉപമ എന്താണെന്ന് വെച്ചാൽ അതൊരു കർത്താവ് പറഞ്ഞ ഉപമ മാത്രമാണ് അല്ലേ? ആണ്. അത് യഥാർത്ഥമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ലാസറിന്റെയും ധനവാന്റെയും ഉപമ കർത്താവ് പറഞ്ഞു. കർത്താവ് രൂപം പറഞ്ഞാൽ അർത്ഥം അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി അവിടെ ഉണ്ട് എന്ന അർത്ഥമൊന്നും അതിന് ഇല്ല. അങ്ങനെ ഉണ്ടാവോ ഇല്ലായോ എന്ന് ചെയ്തിട്ട് അങ്ങനെ എന്തായാലും അവിടെ അത് യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല. അത് ഉപമയാണെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലോ, അത് യഥാർത്ഥമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്, ഈ വാക്യം എന്നെ അത് വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്നില്ല. കർത്താവിന്റെ വചനം അബ്രഹാമും ലാസറും ധനവാനും ഒരു യഥാർത്ഥ സംഭവമാണ് എന്ന് വിശ്വസിക്കുവാൻ ഈ ദൈവത്തിന്റെ വചനം എന്നെ പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനമാണെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണം വിശ്വസിക്കാൻ, ശരിയാണ് അത് ശരിയാണ് വിശ്വസിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതൊരു യഥാർത്ഥ വ്യാഖ്യാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ ഒരു ഉപമ മാത്രമായി അതിനെ കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വാക്യം എന്നെ അതിനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, എന്നാൽ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഹല്ലേലൂയ. ഭയങ്കര ഒരു സംഭവം എന്തുണ്ട്, വരുന്നുണ്ട് സ്വർഗത്തിൽ. അവിടെ നമ്മൾ ദൂതന്മാരെ പോലെ ആകുന്നു പറയുമ്പോൾ ദൂതന്മാർ അത്ര ചെറിയൊരു സംഭവമൊന്നും അല്ല. ദൂതന്മാരെന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് അത്രയും സങ്കുചിതമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അബ്രഹാമും ലാസറും ധനവാനും ഒരു ഉപമ മാത്രമായി നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടി വരും, ഇത് ശരിയാണെങ്കിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വാക്യം വായിച്ചിരിക്കുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. കാരണം അവനാകുന്നത് പോലെയാണ് നമ്മൾ ആകുവാൻ പോകുന്നത്. യേശുക്രിസ്തു എങ്ങനെയാണോ അതുപോലെയാണ് നാം ആകാൻ പോകുന്നത്. അതുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്നുള്ള ശ്രേഷ്ഠകരമായ വാക്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലൊന്ന് പതിക്കണം. നമ്മൾ ആരെ പോലെ ആകാൻ പോകുന്നേ? യേശുക്രിസ്തുവിനെ പോലെയാണ് നാം ആകുവാൻ പോകുന്നത്. സ്വർഗത്തിൽ ദൂതന്മാരെ പോലെയാണ് ആകുവാൻ പോകുന്നത്. വളരെ ശ്രേഷ്ഠകരമായ പദവിയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠകരമായ അവസരങ്ങളാണ് നാം ആകുവാൻ പോകുന്നത് കർത്താവിന്റെ വരവിങ്കൽ ദേശത്തിൽ വെളിപ്പെടുമ്പോൾ എന്ന് ഓർത്തുകൊണ്ട്, എന്ന് ഗ്രഹിച്ചുകൊണ്ട്, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിസ്സാരന്മാരല്ല. ഒന്നും കൂടി വായിച്ചെന്ന് ധ്യാനിച്ച് ഒന്നും കൂടി ഗ്രഹിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് ആ വാക്യം. അതുകൊണ്ട് ഈ വചനങ്ങൾ അധികം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.